ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചായ കച്ചവടം കഴിഞ്ഞിട്ട് ഞാൻ ദേ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ. കയറിയിട്ടൊന്നുമില്ല അങ്ങോട്ട്. വണ്ടി ഒന്ന് സൈഡാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഇപ്പോൾ 9:30 ആവാനായിട്ടുണ്ട് കേട്ടോ. 9:32. അപ്പോൾ എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ വേഗം ഇറക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഒരു വേഷം ഇന്നത്തത് വെയിൽ നിൽക്കുന്നിടത്തൊക്കെ വെയിൽ കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ ഒരു വേഷം കേട്ടോ. അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് കാണാം. ഇന്ന് ഞാനേ ചായ കുടിക്കാനായിട്ട് മറന്നു. ചായ കുടിച്ചു, പക്ഷെ ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് വരാനാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങി തിന്നാറുണ്ട്. എനിക്ക് വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വാങ്ങിയത് നൂലപ്പാണ്, ഇടിയപ്പം എന്ന് പറയും. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ 3 വാങ്ങിയിട്ടുണ്ട്. എനിക്കിത് 3 തിന്നാലേ വയറ് നിറയുള്ളൂ കേട്ടോ. കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും എനിക്കിത് 3 തിന്നാലേ എൻ്റെ വിശപ്പ് മാറുള്ളൂ. പിന്നെ മക്കൾക്ക് ഞാൻ ഇന്നലെ രാത്രി അട വേണമെന്നും പറഞ്ഞിട്ട് അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവിയിൽ വേവിച്ചട. അപ്പോൾ അത് 2 ബാക്കി ഇരിപ്പുണ്ട്. എന്താണാവോ ബാക്കിയായെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് വെച്ചതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു അട ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത്. തേങ്ങയും ശർക്കരപ്പാനിയും ഒക്കെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് പരത്തി ചുട്ടത് കേട്ടോ. പരത്തി ചുട്ടതല്ല, ആവിയിൽ വേവിച്ചത്. അപ്പോൾ നൂൽപുട്ടിന് ഇതിലാണ് പാലുള്ളത്. ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പാല്, അതായത് ചായ അല്ലാണ്ട് ഒരു ഫ്ലാസ്കിൽ വെള്ളച്ചായ ടൈപ്പിലാണ് കൊണ്ടുപോവുക, പൊടിയും മധുരമൊന്നും ഇടാതെ. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിത് പോരാ ശരിക്കും പാല്, പക്ഷെ കുഴപ്പമില്ല. എനിക്കിത് തിന്നുമ്പോൾ എനിക്ക് കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്കിഷ്ടം പാല് കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിയാൻ മടിയായിട്ടാണ്. പിന്നെ തേങ്ങയ്ക്ക് നല്ല വില ഉണ്ട്, ഓക്കെ. പക്ഷെ നമ്മളിവിടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ മേടിക്കാറുണ്ട് കേട്ടോ. ഓരോന്നായിട്ടാണെങ്കിലും മേടിച്ച് കറി ആയാലും ഉപ്പേരി ആയാലും ഒക്കെ തേങ്ങ ഇട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് മാത്രമായിട്ട് തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ പിള്ളേരൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കും പോകും അവർ. എന്താ വെച്ചാൽ ഞാൻ 9:30 ആവും വീട്ടിലേക്ക് എത്തുമ്പോൾ. 9:15 ആവും. നന്ദുവിന് 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അതേപോലെ തന്നെ കുഞ്ചൂസും ആ ഒരു ടൈമിൽ ഒരുമിച്ചാണ് അവർ പോവുക. അപ്പോൾ ഞാൻ പറയലുണ്ട് എന്നെ കാത്ത് നിൽക്കണ്ടെന്ന്. രാവിലെ വൈകിട്ട് 2 ഞാൻ തന്നെയാണ് കൊണ്ടുവരാം വീട്ടിലേക്ക്. പക്ഷെ രാവിലെ എനിക്ക് എന്തായാലും പിന്നെ ചായ തീർക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒക്കെ തീർത്ത് സാവധാനേ വരുള്ളൂ. ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് ഭയങ്കര വിശപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ചായ കുടിക്കാതിരിക്കുകയാണ്. കാരണം ചായ കുടിച്ചിട്ട് കുറച്ച് പണിയും കൂടി ചെയ്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറണുള്ളൂ. ഇപ്പോൾ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ഒട്ടും വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ എൻ്റെ മൂഡ് മൊത്തം പോകും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ നമ്മൾ ലേറ്റായിട്ട് കഴിക്കുമ്പോൾ ടൈം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ പണി തീർന്നിട്ടില്ലെങ്കിലും കുളിക്കാൻ ലേശം നേരം വയ്യാനും കുഴപ്പമൊന്നുമില്ല. നമ്മളല്ലേ ഉള്ളൂ പറയാനും ചോദിക്കാനൊക്കെ ആയിട്ട്. പിന്നെ തിരക്കിട്ടിട്ട് വേറെ കുളിച്ചിട്ട് ഇപ്പോൾ തിരക്കിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അമ്പലത്തിൽ പോക്കോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാനാണ് ഞാനൊരു പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ മേടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഇവിടെ ഇപ്പോൾ 200 കിലോന്. അപ്പോൾ ഞാൻ 150 രൂപയ്ക്ക് മേടിച്ചു. ഇവിടെ 100 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ 100 രൂപയ്ക്ക് തന്നെയാണ് മേടിക്കൽ. പക്ഷെ ഇപ്പോൾ പിള്ളേർ കുറച്ചും കൂടിയും കഴിക്കണത് കൊണ്ട് ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 150 ഇടയ്ക്ക് മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ കടയിൽ പോയപ്പോൾ സാധാരണ അവരോട് സംസാരിച്ച് നിൽക്കാറുണ്ട്. കുറച്ചൊക്കെ ഒന്ന് അവരോട് എന്തെങ്കിലും ഡയലോഗ് അടിച്ചങ്ങ് നിൽക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാണ്ടായപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി, ചാർജ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. പറഞ്ഞു ചായ കുടിച്ചില്ല, മറന്നുപോയി. രാവിലെ ഞാനൊരു ചായ കുടിച്ചു, പക്ഷെ അത് ഒരു ബന്ന് കൂട്ടിയിട്ടാണ് ചായ കുടിച്ചത്. ബന്ന് ചെറിയൊരു ബന്ന്
അപ്പോൾ അത് കൂട്ടിയിട്ട് ചായ കുടിച്ചാൽ ഒന്നും ആവൂല അത്. പക്ഷെ അന്നേരം എനിക്കത് മതിയായിരുന്നു. പിന്നെ ചായ കുടിക്കാൻ എനിക്ക് മറന്നുപോയി. പിന്നെ ഇവിടെ എത്താനായപ്പോഴാണ് പിന്നെ ഞാൻ വെച്ച് മതി അതായിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന്. വീട്ടിലേക്ക് വരുമ്പോൾ ദോശയോ പുട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നൂലപ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരും. പിന്നെ അതുകൊണ്ടാണ് ചായ കുടിക്കാൻ നേരം വൈകിയത്. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. വിശപ്പ് ഉണ്ടെങ്കിൽ ആരായിട്ടും അങ്ങനെ ഓവർ സംസാരിച്ച് ക്ഷമ ഉണ്ടാവില്ല സംസാരിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിച്ച് വരട്ടെ. ഇന്ന് ചിക്കനാണ് കറി. ചിക്കൻ കറി വെക്കണം, ചോറാക്കണം. പിന്നെ അയിലൊക്കെയുണ്ട് ഫ്രിഡ്ജിൽ. പറ്റുകയാണെങ്കിൽ അയില പൊരിക്കണം. എന്തെങ്കിലും ഒന്ന് വേറെ ഇറച്ചിക്കറി അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൊടുത്തയക്കണമല്ലോ. അപ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങിയത് നോക്കട്ടെ, അന്നേരം എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് വരാം, എന്നിട്ട് പറയാം ബാക്കി വിശേഷങ്ങൾ. നല്ല വിശപ്പുണ്ട്, ചായ കുടിച്ചിട്ട് കാണാം. അങ്ങനെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ 10:10 അപ്പോൾ ഞാൻ തന്നെ ചിക്കൻ കറിയിലേക്ക് വേണ്ട സവോള വെളുത്തുള്ളിയൊക്കെ ഉലിക്കുകയാണ്. സവോള നോക്കിയപ്പോൾ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ 1 ചീഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് കളയാൻ വെച്ചു. പിന്നെ ഞാൻ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സവോള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും തക്കാളി അതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ വരുമ്പോൾ ഉരുളക്കിഴങ്ങും അതേപോലെ കറിവേപ്പിലയും പുതിന ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കോളിഫ്ലവർ, അത് വൈകിട്ട് മക്കൾക്ക് പൊരിച്ചെങ്ങാനും കൊടുക്കണം. കുറേ നാളായി കോളിഫ്ലവർ പൊരിച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഉള്ളിയൊക്കെ നന്നാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഉള്ളി സവോള ഇല്ലാത്ത കാരണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ദിയ കൃഷ്ണയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വാവട നൂല് കെട്ടിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ മറന്നുപോയി സവോള വാങ്ങാനായിട്ട്. കാരണം ഇത് കഴിഞ്ഞിരിക്കണത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. സാരില്ല, നാളെ വാങ്ങാം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ 3 ആളുണ്ട്. ആദ്യം ഒരു ചായ പോയിരുന്നുള്ളൂ കേട്ടോ. ബാബേട്ടൻ മാത്രമേ ഒരു ചായ കുടിക്കാറുള്ളായിരുന്നു. പിന്നെ വേറൊരു ബാബു അവിടെ വന്നു. അവൻ വന്നപ്പോൾ ബാബും എൻ്റെ കയ്യിൽ നിന്ന് ചായ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ 2 ചായയായി. ഇപ്പോൾ അവിടെ ഒരു വേറൊരു സീമ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ വരുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ 3 ആൾ ചായ കുടിക്കും. അപ്പോൾ ഡെയിലി 30 രൂപ. ഇനിയിപ്പോൾ 30 ഇല്ലെങ്കിൽ ഡെയിലി 20 ഉണ്ടാവുമല്ലോ. ഉള്ളിയൊക്കെ ഉണ്ടല്ലോ വേഗം കേടായി പോകണം. ഒരു ഇങ്ങനെ ചീഞ്ഞ പോലത്തെ ഒക്കെ ഒരു ടൈപ്പില്ലേ, അത് ഇടാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ 20 രൂപ അല്ലെങ്കിൽ മിക്കവാറും ഇപ്പോൾ 30 രൂപ കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ 20 ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ആ പൈസ ഞാൻ മേടിക്കില്ല. ആ പൈസക്ക് ഡെയിലി ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസം മാറി മാറി എന്തെങ്കിലും മേടിക്കും, പൈസ വാങ്ങാണ്ട്. ആ പൈസയ്ക്ക് മാത്രം കണക്കാക്കിയിട്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, തക്കാളിക്ക് എന്താ വില, സവോളയ്ക്ക് എന്താ വില, അങ്ങനെ ചോദിക്കും. അപ്പോൾ അവരതിൻ്റെ റേറ്റ് പറയും. എന്നാൽ 10 രൂപയ്ക്ക് സവോള 10 രൂപയ്ക്ക് തക്കാളിയും തന്നോളാൻ പറയും. അങ്ങനെയൊക്കെയാണ് മേടിക്കാറ്. പിന്നെ ചിലപ്പോൾ 10 രൂപയ്ക്ക് ചെറിയ ഉള്ളി, 10 രൂപയ്ക്ക് വെളുത്തുള്ളി. അപ്പോൾ അവർ പറയേടി കുറച്ചേ ഉണ്ടാവുള്ളൂ, 100 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും എത്രയാണോ ഉള്ളത് അത് തന്നാൽ മതി, അത്ര മതി എന്ന് പറയും. അപ്പോൾ ഡെയിലി മേടിക്കുമ്പോൾ സാധനങ്ങൾ തീരൂല, എപ്പോഴും ഉണ്ടാവും. കാരണം ഒന്നും തീരൂല. ഇതിപ്പോൾ സവോള എന്താണെന്നറിയോ ഞാൻ തീരുന്നത്, ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. മക്കൾക്കും എനിക്കും ഒരുപോലെ ഇഷ്ടമാണ് ചമ്മന്തി. എന്നുവെച്ചാൽ സവോള അരിഞ്ഞ് അതിലേക്ക് പുളി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി സുർക്കൊക്കെ കൂട്ടി അങ്ങോട്ട് തിരുമ്പി കുഴയ്ക്കുക. അതുണ്ടെങ്കിൽ ചോറ് കുറേ തോനെ തിന്നും, അങ്ങനെയാണ്. അപ്പോൾ അതിനെടുക്കണ കാരണം കൊണ്ട് വേവേം തീരും. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല. പിന്നുണ്ടല്ലോ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആളിറക്കി ഞാൻ തിരിച്ചു വരിയിരുന്നേ. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു മദാമി സാഹിബും കൂടിയിട്ട്, ഒരു ഭാര്യയും ഭർത്താവാൻ തോന്നുന്നു കണ്ടിട്ട്.
രണ്ടാളും ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ ഇങ്ങോട്ട് നടന്നു വരുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഞാൻ ആളിറക്കി തിരിച്ചു വരുമ്പോൾ ഇവർ കുറച്ച് ദൂരപ്പുറത്തിയിട്ടുണ്ട്. പക്ഷെ ആ സൈഡിൽ കൂടിയാണ് ഞാൻ വണ്ടി തിരിക്കുന്നത്. അപ്പോൾ ഇവർ എന്നെ കണ്ടപ്പോൾ ആദ്യം ഈ മദാമിയാണ് എന്നെ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നെ കണ്ടപ്പോൾ സായിപ്പിനെ വിളിച്ചിട്ട് എന്നെ കാണിച്ചു കൊടുക്കണം. അവരെന്താ സംസാരിക്കണം നമുക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ എന്നെ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയാണ് കാണിച്ചു കൊടുക്കണേ. അപ്പോൾ പുള്ളി എന്നെ നോക്കിയിട്ട് ചിരിച്ചു. നല്ല രസമുണ്ട് രണ്ടാളെയും കാണാൻ. കുറച്ച് ഏജ് ഉണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ രണ്ടാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് എന്നോട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അതും എനിക്കത് സംസാരത്തിൽ കൂടി മാത്രമാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. അതിങ്ങനെ അവരിങ്ങനെ ആക്ഷനിൽ കൂടിയാണ് ചോദിച്ചത്, ഫോട്ടോ എടുക്കട്ടെ എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ അതിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ വയ്ക്കാൻ പറഞ്ഞു, ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറഞ്ഞു. അതും ആക്ഷൻ കാണിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇരുന്നപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ ഷോൾഡറിൻ്റെ ഈ സൈഡിൽ ഒരു കമ്പി ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് എൻ്റെ ബാക്കിൽ നേരെ ഇങ്ങനെ വന്ന് ഈ സൈഡ് ചേർന്ന് നിന്നിട്ട് കൈ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ സായിപ്പ് വന്നിട്ട് ഫോട്ടോ എടുത്തു ഫ്രണ്ടിൽ നിന്ന്. അങ്ങനെ 1-2 ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് മദാമ്മ എനിക്ക് ഷെയ്ക്കിൻ്റെ ഒക്കെ തന്നു. ഭയങ്കര ഹാപ്പി. അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കട്ടോ. എനിക്ക് എന്തോ ഒരു കുറവാവണ സമയത്ത്. അപ്പോൾ നമുക്കിതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെ നടക്കണമെന്ന്. അപ്പോൾ ഞാൻ അവരിങ്ങനെ പോകാൻ വേണ്ടി നിന്നിട്ട് എന്നോട് ഒന്നും കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ളത്. അത് ഫ്രണ്ടിൽ വന്നിട്ട് സായിപ്പ് തന്നെ ഒരു ഫോട്ടോ ഒറ്റയ്ക്ക് എടുത്തു. പക്ഷേ എനിക്കത് വിട്ടുപോയിന്ന്. എനിക്കൊരു ഫോട്ടോ സെൽഫി അവരുടെ കൂടെ എടുത്താൽ മതിയായിരുന്നു. നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇടാമല്ലോ ഫോട്ടോ. നമുക്കും അതൊരു ഓർമ്മയാണ്. അത് വിട്ടുപോയി കേട്ടോ. ഇനിയൊരവസരത്തിലാകാം. ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം കാഞ്ഞ് വരുന്ന ശബ്ദം ഇവിടെ കേൾക്കാം. ബാക്കി ഉള്ളിയൊക്കെ എന്നിട്ട് തോന്നണേ അല്ലേ. ഞാൻ അതിട്ട് അരി കഴുകിയിട്ടിട്ട് 1/2 മണിക്കൂർ കൊണ്ട് വേവും. മറ്റേ ബോധന അരിയാണ്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് വരാം. ഓക്കെ. പിന്നെ ഞാൻ പോയത് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കത്തിച്ച് കളയാൻ പറ്റില്ല. അതിൽ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേസ്റ്റ് അവിടെ വേസ്റ്റൊക്കെ ഇവിടെ തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് കൊട്ടിയിട്ട് ഒക്കെ കൊട്ട കൊണ്ടുപോയി കഴുകി ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് അതിന് ശേഷം ഞാൻ വേസ്റ്റിൽ തിരഞ്ഞെടുക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കത്തിക്കാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതേപോലെ കവറൊക്കെ കടലാസൊക്കെ കത്തിച്ച് കളയുകയും വേണം. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ ഒന്നും പെടാതെ ഒക്കെ തിരഞ്ഞ് പെറുക്കി കവറിലാക്കി വെക്കുന്നുണ്ട്. ചവറൊക്കെ എന്നിട്ട് ലാസ്റ്റ് കത്തിക്കുകയും വേണം. പിന്നെ വേസ്റ്റ് വേഗം ഉണ്ടാകും. കാരണം മക്കൾക്ക് തിന്നാൻ വാങ്ങണതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തിന്നാൻ വാങ്ങേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റൊക്കെ മേടിക്കില്ലേ, അപ്പോൾ അതിൻ്റെ പാക്കറ്റുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കൊട്ടയിൽ കൊണ്ടിട്ടിട്ട് അങ്ങനെ അതും നിറയും. പിന്നെ എന്തെങ്കിലും പൊതിയൊക്കെ വാങ്ങുമ്പോൾ കടലാസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊട്ടയിൽ കൊണ്ടിട്ടിട്ട് നിറഞ്ഞ് തോനെയായി. അത് ഞാൻ ഇത്രയും വരെ ആക്കാറില്ല സാധാരണ. പിന്നെ ചിലപ്പോൾ മിഠായിയുടെ കവറുണ്ടാവും. ഞാൻ ഇവർക്ക് വേഗം മിഠായിയൊക്കെ മേടിച്ചവിടെ കൊണ്ടുവയ്ക്കാറുണ്ട്. 10 രൂപയ്ക്ക് ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായി മാറ്റി ഇങ്ങനെ വാങ്ങി ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അങ്ങനെ എന്നിട്ട് പിന്നെ വേസ്റ്റൊക്കെ കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ പുല്ലൊക്കെ കുറേ നിറഞ്ഞു കേട്ടോ. അതൊക്കെ ഞാൻ അവസരത്തിലൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. നടക്കുമായിരിക്കും. ഞാനങ്ങനെ തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കത്തുന്നുണ്ട് നന്നായിട്ടത്. പിന്നെ ഞാൻ വടി കൊണ്ടൊക്കെ അങ്ങോട്ട് നീക്കി കൊടുക്കണ്ട. കടലാസിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക്കൊന്നും ഇല്ല അതിൽ. പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ വേറെ തന്നെ കവറിലായി കൊണ്ട് കെട്ടി വെച്ചു. ഇവിടെയൊക്കെ കണ്ട പുല്ല് നിറച്ച് പുല്ലായി. ചേച്ചി വന്ന സമയത്ത് ഇവിടെയൊക്കെ ചേച്ചി വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സമയം കിട്ടണമില്ല. പിന്നെ ഇങ്ങനെ ആ ഒരു പുല്ല് വൃത്തിയാക്കാൻ കൈ കൊണ്ട് അങ്ങനെ കുറച്ച് അങ്ങനെ വൃത്തിയാക്കാനുള്ളത് തോന്നണില്ല എനിക്ക്. ഇനി വൃത്തിയാക്കണത്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോള ഞാൻ നോക്കിയപ്പോൾ കുറവായതുകൊണ്ടാണ് ചെറിയുള്ളി ഇത്ര എടുത്തിട്ട്. ഈ ചെറിയുള്ളി അങ്ങനെ എടുക്കാറില്ല. പിന്നെ തക്കാളി, സവോള ഒരൊറ്റ ഒന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കി പോരാത്തത് ചെറിയുള്ളി. പിന്നെ ഉരുളക്കിഴങ്ങ് ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഉരുളക്കിഴങ്ങ് ഇട്ടാണ് ചിക്കൻ കറി വെക്കാറ്. പിന്നെ തക്കാളി, പച്ചമുളക് കേട്ടോ. അപ്പം ഞാൻ കുക്കറിലാട്ടോ ഉണ്ടാക്കാൻ പോണത്. കുക്കറിൽ ഞാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
കാണാൻ പറ്റുന്നുണ്ടോ? ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്താണ് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള, ചെറുള്ളി എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ തന്നെ ചെറിയ ഉള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ചൊന്ന് വാടി വരണം. എന്നിട്ട് വേണം നമുക്ക് തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടതിനെക്കൊണ്ട് ഒന്നും കൂടി സ്മെല്ലുണ്ടാകും. ഇതൊന്ന് വാടട്ടെ. ഉപ്പിട്ടതിനെ കൊണ്ട് പെട്ടെന്ന് വാടി കിട്ടും. അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളിയും കൂടി ഒന്ന് വാടി കിട്ടണം. സവോള കുറവായ പോലെ തോന്നുന്നുണ്ട്. ചെറിയ ഇട്ടിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ തക്കാളിയും കൂടി വളർന്ന് വന്നപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഉപ്പ് ഞാൻ ഉള്ളി ചേർക്കുമ്പോൾ ചേർത്തിട്ടേ ഉള്ളൂ. അതിന് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിന് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കണം. അപ്പോൾ ആ ഒരു പൊടിയുടെ പച്ചമുളകൊക്കെ മാറി കിട്ടും. എന്നിട്ട് വേണം ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ എളുപ്പത്തിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കൽ. ഇല്ലെങ്കിൽ പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ അത് കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യണമല്ലേ. 12 ആവാനായിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് 1 മണിക്ക് ചോറിനാനായിട്ട് ബെല്ലടിക്കും. അപ്പോൾ കൊണ്ടു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് വേഗം പൊടി ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്കിതിലേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തക്കാളിയും കൂടി വളർന്ന് വന്നപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ചിക്കൻ ഞാൻ ഇവിടെ കഴുകി വാർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഇതിലേക്കും കൂടി വേണ്ട ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും മിക്സ് ചെയ്യാൻ പോവുകയാണ്. ചിക്കനിൽ വെള്ളം ഇറങ്ങുമ്പോൾ വെന്ത് വരുമ്പോൾ പക്ഷെ ഞാൻ ഒരു 1/2 ഗ്ലാസ്, 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നുള്ളതിനെ കൊണ്ട് ചിലപ്പോൾ അടി പിടിക്കും. അപ്പം അതുകൊണ്ട് ഞാനത് കുക്കറിൽ ഒരു വിസിലടിപ്പിക്കാൻ പോവുകയാണ്. ഒരു വിസിലടിക്കാൻ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ചിക്കനും ഇതും കൂടി ഒന്ന് വെന്തോളും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പിലയും മല്ലിച്ചപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു വിസിലല്ല കേട്ടോ, 2 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. 2 വിസിലാണിത് ഇങ്ങനെ സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഇലകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് കറി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് പോരായികണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് നന്ദുവിന് ചോറിനുള്ളത് ചോറും കോഴിമുട്ട പൊരിച്ചതും ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് നന്ദുവിന്. പച്ചക്കറി ഞാൻ വേറെ ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം. 1 മണിയായി. ഇന്ന് ഞാൻ 1:05 കഴിഞ്ഞിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ നന്ദുവിന് ചോറൊക്കെ കൊണ്ട് കൊടുത്തു. നന്ദു ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വന്നു, വീട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഞാൻ കറി മാത്രം കൂട്ടിയിട്ട് കഴിക്കണേ. ഓംലേറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മീനുണ്ട് പൊരിക്കാൻ, പക്ഷെ സമയമില്ല. അപ്പോൾ ഉള്ളത് ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിർത്തി. നന്ദുവിനൊരു മുട്ട പൊരിച്ച് വെച്ചെടുത്തല്ല മതി തൽക്കാലം. ഇനിയിപ്പോൾ രാത്രി വേണമെങ്കിൽ മീനുണ്ട് പൊരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചോറിനട്ടെ. രാവിലത്തെ കഴിച്ചതൊക്കെ ദഹിച്ചു. രാവിലെ ചായ കുടിച്ചതൊക്കെ ദഹിച്ചു. അപ്പോൾ വിശക്കുണ്ട്. ഓടി വന്ന് പണിയെടുത്തിട്ടൊക്കെ ആയിരിക്കും. ഉറക്കം വരുന്നൊന്നുമില്ല, പക്ഷെ കിടന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ബാങ്കിൽ വണ്ടിയുടെ അടവിൻ്റെ പൈസ കൊടുക്കാൻ പോകണം, കൊണ്ടുപോയിടണം. പിന്നെ അതുപോലെ ഞാൻ ചെറിയ പൈസക്ക് 1000-2000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ചെയ്യിക്കുന്നത്. 5000-ൻ്റെ
ഉള്ളിലൊക്കെ വരെ ഞാൻ അവിടെ നിന്ന് ചെയ്യിക്കാറുണ്ട്. എൻ്റെ മാണ്ട് പക്ഷേ ഇത് 10 രൂപയാണ്. അപ്പോൾ നമുക്ക് 100 രൂപ കൊടുക്കണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ബാങ്കിൽ തന്നെ കൊണ്ടിടാമെന്ന് വിചാരിച്ചത്. പിന്നെ 50-ൻ്റെയും 100-ൻ്റെ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ എണ്ണം അതിൻ്റെ മുകളിൽ എഴുതി വെച്ചാൽ അവിടെ ചെന്നാൽ പെട്ടെന്ന് കൊടുത്ത് വേഗം അടച്ച് വരാം. അവിടെ പോയിട്ടിരുന്ന് എണ്ണുമ്പോഴൊക്കെ അത്രയും സമയം പിന്നെയും പോലെ. പിന്നെ വീട്ടിൽ നിന്ന് ഇരുന്ന് സമാധാനത്തിൽ ചെയ്യണ ഒരു സമാധാനവും സന്തോഷവും അവിടെ നിന്ന് കിട്ടില്ല. തിക്കും തിരക്ക് വെപ്രാളപ്പെട്ടിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് തിന്നട്ടെ. ചോറ് തിന്നിട്ട് പൈസ ഒക്കെ എടുത്ത് എണ്ണം തിട്ടപ്പെടുത്തിയിട്ടൊക്കെ മെല്ലെ ഇറങ്ങാൻ നോക്കണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് ഇത്ര നേരം കണ്ടത്. ഇനി ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് ബുധനാഴ്ചത്തെ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചത്തെ, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ബുധനാഴ്ചത്തെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. നന്ദുവിന് കുത്തിവെപ്പ് ഉണ്ടായിരുന്നു, 15 വയസ്സിൻ്റെ കുത്തിവെപ്പ്. അപ്പോൾ ഈ മാസം 12-ാം തീയതി നന്ദുവിൻ്റെ 16ാമത്തെ പിറന്നാളാണ്. 15 പൂർത്തിയായി 16. അപ്പോൾ അങ്ങനെ നീണ്ടുപോയി കുത്തിവെപ്പ്. അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ച കുത്തിവെച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. ഞാൻ പൂളയും ചിക്കൻ കറിയും, നന്ദു പൊറോട്ടയും ചിക്കൻ കറിയും കേട്ടോ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്, പക്ഷേ ചോറ് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നന്ദുവിന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കുത്തിവെക്കാണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരിതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തായിരുന്നു. പിന്നെ പണ്ടത്തെ നന്ദുവിൻ്റെ അംഗനവാടി ടീച്ചറുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴാണ് ബുധനാഴ്ചകളിലാണ് കുത്തിവെപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നോക്കിയിട്ടാണ് നമ്മൾ ബുധനാഴ്ച നന്ദു സ്കൂളിൽ ലീവാക്കി. ക്ലാസ് ടീച്ചറുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുത്തിവെപ്പായതുകൊണ്ട് നന്ദുന്ന് ലീവാന്ന്. അങ്ങനെ പിന്നെ ഞാനും നന്ദും കൂടി രാവിലെ പോയി. നമ്മളോട് ഒരു 11 മണിക്ക് ആയപ്പോൾ പോയി. കുത്തിവെപ്പ് പിന്നെ കഴിഞ്ഞ് 12 മണിക്ക് പോകുന്നു കേട്ടോ. കുത്തിവെച്ചിട്ട് നന്ദുവിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.